കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നതേയുള്ളൂ. ഇറാനിലേക്ക് ആളുകളെ എത്തിച്ചു നടത്തിയ അവയവ അപകടത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിച്ച് പോലീസ്. സുഹൃത്തായ കൊച്ചി സ്വദേശിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. പാലക്കാട് സ്വദേശിയും 19 ഉത്തരേന്ത്യൻ സ്വദേശികളെയും ഇറാനിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് സബിത്ത് പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി. കൂടുതൽ ഇരകൾ ഉണ്ട് എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. കേസിൽ കേന്ദ്ര ഏജൻസികളും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സബിത്ത് നാസറിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. റിയ ബേബി കൂടുതൽ വിവരങ്ങളുമായിട്ട്. റിയ, ഇനി എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരാനിരിക്കുന്നതെന്ന് വളരെ കൗതുകത്തോടെ നോക്കിയാണ്. കാരണം ഇങ്ങനെയും തട്ടിപ്പ്, ഇവിടെ നിന്ന് ആളുകളെ മറ്റൊരു രാജ്യത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് അവയവങ്ങൾ മുറിച്ചെടുത്ത് വളരെ തുച്ഛമായ പണം നൽകി അവരെ തിരികെ കൊണ്ടുവരുന്നു. ഇതപ്പോൾ എത്ര കാലമായി നടക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പോലീസിന് മനസ്സിലാകുന്നത്. കേരളത്തിൽ ഇനിയും കൂടുതൽ ഇരകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിവിഷ, നിലവിൽ പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് 2019 മുതൽ ഈ അവയവ കടത്ത് സബിത് നാസറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. ഒരു മലയാളി ഉൾപ്പെടെ 20 പേർ, ആ പാലക്കാട് സ്വദേശിയായ ഒരു മലയാളി ഉൾപ്പെടെ 20 പേരെയാണ് ഈ അവയവ കടത്തിന് ഇപ്പോൾ ഇരയായിട്ടുള്ളത്. ആ 20 പേരുടെ പേര് വിവരങ്ങളാണ് പോലീസിന്, ഏകദേശമുള്ള കണക്കുകളാണ് പോലീസിന് മുമ്പിലേക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ മലയാളി പാലക്കാട് സ്വദേശിയാണ്. ബാക്കിയുള്ള 19 പേർ ഉത്തരേന്ത്യൻ സ്വദേശികളാണ്. പക്ഷേ 20 എന്നുള്ളത് അത് ഏറ്റവും കുറഞ്ഞ കണക്കാണ് എന്ന് തന്നെയാണ് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നത്. ബാക്കിയുള്ള ആളുകളെ കൂടി കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സബിത് നാസറിൻ്റെ ഫോൺ വിവരങ്ങൾ, വാട്സപ്പ് കോളുകൾ, വാട്സപ്പ് ചാറ്റുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. സബിത് നാസർ കൂടാതെ ചില ആളുകൾ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, പ്രധാന കണ്ണികളായി തന്നെ ഉണ്ട് എന്നതാണ് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നത്. വലിയ വാർത്തയായിരുന്നു ഈ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ. ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള അതിൻ്റെ തുടർ വിവരങ്ങൾ കൂടി പുറത്തു വന്നു. കാരണം 20 പേരെയും ഇവിടെ നിന്ന് തുച്ഛമായ തുക കൊടുത്ത് ഇറാനിലേക്ക് എത്തിച്ചു. അവിടെ അവയവമെടുത്ത് അവർക്ക് പണം നൽകി തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയായിരുന്നു ഈ സംഘം സ്വീകരിച്ചു വന്നത്. അതിൽ പലർക്കും ലഭിച്ചത് നിസ്സാര തുക മാത്രമാണ്. അങ്ങനെ വലിയ തുക നൽകാമെന്ന് പറഞ്ഞ് അവിടെ എത്തിക്കുകയും നിസ്സാര തുക നൽകുകയും ചെയ്തു എന്നതാണ് പോലീസിന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അത് എത്ര തുകയായിരുന്നു, ഈ സംഘത്തിൽ ആരൊക്കെയുണ്ട്, കൂടുതൽ മലയാളികളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. 2019 മുതൽ ഈ തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിരുന്നു എന്നതാണ് പോലീസിന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത്രയും വർഷമായിട്ട് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 20 എന്നതിനപ്പുറത്തേക്ക് ഈ സംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെ നിലനിൽക്കുകയും ചെയ്തുകൊണ്ട് എന്തായാലും ദേശീയ അന്വേഷണ ഏജൻസികൾ കൂടി ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്. ഇറാനുമായുള്ള കേസാണ്. ഒപ്പം തന്നെ മറ്റു പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ പണം സ്വീകരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇന്നലെ ഈ വിവരം പുറത്തു വന്ന് നെടുമ്പാശ്ശേരി പോലീസിലേക്ക് സബിത്ത് എത്തുമ്പോൾ മുതൽ ഇതിൻ്റെ ഓരോ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആളുകൾക്ക് പണം നൽകി ഇറാനിൽ എത്തിച്ച് അവയവം എടുത്ത ശേഷം തിരിച്ചെത്തിക്കുന്നു. വ്യാജരേഖകളടക്കം ഉണ്ടാക്കിയാണ് ഇങ്ങനെ ഒരു ഇടപാട് നടത്തിയത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കൂടുതൽ ഇരകൾ ഉണ്ടാകുമെന്ന് തന്നെ പോലീസ് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആലപ്പുഴ ഭാഗത്തൊക്കെ ഇതുപോലെ ഈ കിഡ്നി കൈമാറ്റം ഒക്കെ നടത്തുന്നു. സ്ത്രീകളിൽ നിന്ന് അത് അവയവ കൈമാറ്റം നടക്കുന്നുണ്ട്. അങ്ങനെ ചില മാഫിയ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ നൽകിയിട്ടുള്ളതാണ്. അത്തരം സംഭവങ്ങൾക്കൊക്കെ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? കേരളത്തിൽ പലയിടങ്ങളിൽ നിന്നും ഇതുപോലെ ആളുകളെ പുറത്തേക്ക്, ഇപ്പോൾ ഇറാനിലാണ് ശസ്ത്രക്രിയ നടത്തുന്നുവെന്നാണ് ഇതിൻ്റെ വിവരം. മറ്റേതെങ്കിലും രാജ്യങ്ങളുമായി കേന്ദ്രീകരിച്ച് ഇതുപോലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? അങ്ങനെ അന്വേഷണം ആ ഒരു ദിശയിലേക്കൊക്കെ പോകുന്നുണ്ടോ? നേരത്തെ ദിവിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിൽ ഈ അവയവ കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബിജു പങ്കജ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഈ കേസിൽ പോലീസ് ആലപ്പുഴയിലെ കേസുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്നില്ല. തൃശ്ശൂർ സ്വദേശിയായ സബിത്തിന് ഈ വിദേശ രാജ്യങ്ങളിലേക്കുള്ള അവയവ കടത്തിൽ തന്നെയാണ് പ്രധാന കണ്ണിയായിട്ടുള്ളതെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. പക്ഷേ വിശാലമായ അർത്ഥത്തിൽ തന്നെയാണ് ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പാലക്കാടേക്ക് ഒരു സംഘം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഇന്നലെ എത്തിയിരുന്നു. വിശദമായി തന്നെ ഈ ഇരകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അവരുടെ പരിചയത്തിൽ മറ്റ് ഇരകളുണ്ടോ എന്നത് പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കണ്ണികളായിട്ടുള്ള കൂടുതൽ ആളുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. സബിത്തിന്റെ ഒരു സുഹൃത്ത് കൂടി നെടുമ്പാശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു. ഇയാളിൽ നിന്ന് ഈ സബിത്തിന് മുകളിലേക്ക് കൂടുതൽ ആളുകളുണ്ടോ, വിദേശ രാജ്യങ്ങളിലാണോ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും പരിശോധിച്ചു വരുന്നത്. എന്തായാലും ഒരു വലിയ സംഘം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. സബിത്ത് അതിൽ ഒരു കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേ മതിയാകൂ. അന്വേഷണം അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ ഏജൻസികൾ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാകാനും ഇടയുണ്ട്. കാരണം അത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്ന് വ്യക്തമാണ്.